ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ തീരദേശ പട്ടണ ബേപ്പൂരിലാണുള്ളത്. സുന്ദരമായ ശരിക്കും കടൽ തീരും നല്ല ചെറിയൊരു തുറമുഖമുള്ള ഒരു പ്രദേശമാണ് ശരിക്കും ബേപ്പൂർ. ഇതിന് പണ്ട് വായ്പുര എന്നും വടപ്പരപ്പനാട് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു പണ്ട്. പിന്നെ ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കിയതിന് ശേഷം ഇതിന് സുൽത്താൻ പട്ടണം എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. ഇത് ശരിക്കും അറബികളുമായിട്ട് ഒരുപാട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ബേപ്പൂർ. ഇവിടെ അവരെ മത്സ്യബന്ധനത്തിനും ബിസിനസ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉരു ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫിഷിംഗ് ഹാർബർ ഉണ്ട്. പിന്നെ ബേപ്പൂർ പോർട്ടുണ്ട്. പിന്നെ പുലിമൂട്ടുണ്ട് കാണാൻ. പിന്നെ ചാലിയം, പിന്നെ ഉരുണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ എല്ലാം ഞാൻ കമ്പൈൻഡായിട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ പോകുന്നത് ഫിഷിംഗ് ഹാർബർ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 by 1 ആയിട്ട് ഓരോ പ്രദേശങ്ങൾ കാണിക്കുക. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാനിപ്പോഴുള്ളത് ഫിഷിംഗ് ഹാർബറിലാണ്. ബേപ്പൂരിൽ ഫിഷിംഗ് ഹാർബറിലാണ് ഞാൻ ഫസ്റ്റ് വന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ഷിപ്പുകൾ, ബോട്ടുകൾ, എല്ലാ തരമുള്ള കോസ്റ്റൽ ഗാർഡിൻ്റെ ബോട്ടുകൾ എല്ലാം ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ്. ഇവർ പൊതുവെ രാത്രിയിലാണ് ഫിഷിങ്ങിൽ പോകുന്നത്. രാത്രി പുലച്ചൊക്കെ പോയിട്ട് പിന്നെ രാവിലെ ഉച്ച സമയത്ത് 3 മണിയൊക്കെ ആകുമ്പോഴേക്കും അധികം വരിക. ആഴ്ചയിൽ പോകുന്നുണ്ട്, ഡെയിലി പോകുന്നുണ്ട്. അങ്ങനെ പല തരത്തിലാണ് ശരിക്കും ഫിഷിങ്ങിന് ഇവർ പോകുന്നത്. അപ്പം അതും നിങ്ങൾക്ക് കുറേശ്ശെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളും കാണിക്കാം. ഈ കാണുന്ന ഫിഷ് ബോട്ടുകളൊക്കെ അല്ലേ, ഇതൊക്കെ രാത്രിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. കാരണം ഇവർ പാക്ക് ചെയ്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇവർ കടലിലേക്ക് പോകുന്നതിന് മുമ്പ്. കാരണം ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ കണ്ടില്ല, ഇത് ഐസ് ഇവർ ഒരാഴ്ചയൊക്കെ നിൽക്കും. ചില ഷിപ്പുകൾ, ബോട്ടുകൾ ഒരാഴ്ചയൊക്കെ കടലിൽ നിൽക്കും. അപ്പോൾ ഇവർ ഒരുപാട് ഐസ് വേണം ഇവർക്ക്. അപ്പോൾ ഐസ് ഇതിൽ ഇവർ ഓരോ ഷിപ്പിലേക്ക് ഫില്ല് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അത് ഇവിടെ കണ്ടില്ല, ഇവിടെ ഫില്ല് ചെയ്യുന്ന കാരണം ഐസ് കട്ട വന്നതിന് ശേഷം ഇവർ ഫില്ല് ചെയ്യായിരുന്നു. ഇതൊക്കെ ഫ്രഷ് മീൻ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന വാനുകളായി കാണുന്നത്. ഈ കാണുന്ന ബോക്സുകൾ ഇത് വളത്തിന് വേണ്ടിയിട്ട് മത്സ്യം കൊണ്ടുപോകുന്നതാണ്. ഈ കാണുന്നില്ല, ഇതാണ് പിന്നെ ഫ്രഷ് മത്സ്യം രാവിലെ ഇവിടെ പാക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് ശരിക്കും ഫ്രഷ് മത്സ്യങ്ങൾ. ഒരുപാടുണ്ട് അറിയാൻ ശരിക്കും ബേപ്പൂർ വന്നു കഴിഞ്ഞാൽ. നമ്മൾ അധിക പേരും വന്നതിന് ശേഷം ശരിക്കും പുലിമുട്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് പോവുക ചെയ്യുന്നത്. ഇതൊക്കെ ഐസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഐസ് ഓരോ ഷിപ്പിലേക്ക്, ബോട്ടിലേക്ക് ഐസ് സപ്ലൈ ചെയ്യുന്നത്, പൊടിച്ചതിന് ശേഷം അവർ സപ്ലൈ ചെയ്യുന്നതായി കാണുന്ന മെഷീൻസൊക്കെ. ജാസ്തിയും തമിഴന്മാർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഫിഷിംഗ് ജോലിക്ക് വേണ്ടി വന്നവർ. അപ്പോൾ ഇവർ ഫിഷിങ്ങിന് പോവുകയാണ് ദൂരക്കടലിലേക്ക്. അധികം ചിലവരുണ്ടാവും ചൂണ്ടൽ വെക്കാൻ പോകുന്നുണ്ടാവും, ഫിഷ് പിടിക്കാൻ പോകും. അത് ചൂണ്ടൽ വെക്കാനാ? ചൂണ്ടലാ? അത് വല എടുക്കാനാ? ചൂണ്ടൽ ചെറിയ ബോട്ടാ? ചെറിയ ബോട്ടിൽ പോവാം. ഓക്കെ. ചൂണ്ടൽ വെക്കാൻ പോരും ഉൾക്കടലിലേക്ക്. അതുകൊണ്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇതൊക്കെ ലോറി വെയിറ്റ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ഓരോ ബോട്ടുകൾ വരുന്ന സമയത്ത് അധികം ഇനി നൈറ്റ് രാവിലെ വളരെ നേരത്തെയാണ്. 5 മണി മുതൽ 7 മണി വരെയാണ് ഏറ്റവും ഫിഷ് വരുന്നതും പാക്ക് ചെയ്യുന്നതും പോകുന്നതൊക്കെ ഇവിടെ ഈ ഫിഷ് ഹാർബറിൽ. ഇത് ഈ കാണുന്നത് സ്ക്വിഡ് കണ്ടില്ലേ? ഇതൊക്കെ സ്പെഷ്യൽ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ നിങ്ങളില്ലേ? ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. കണ്ടില്ലേ? ഇത് വളരെ
ആ ഒരു യൂട്യൂബ് ചാനൽ എപ്പിക് ട്രാവേഴ്സ് എന്ന് പറയും. ആ പിന്നെ എന്തൊക്കെ മീനാണ് ശരിക്കും ഇവിടെ സ്പെഷ്യൽ ഉണ്ടാവുന്നത്? അയക്കോറ ആകും ഒക്കെ. നിങ്ങൾ ഇത് ഫോറിൻ പോകുന്ന എല്ലാം ഫോറിനിലേക്കല്ലേ? എക്സ്പോർട്ട് ക്വാളിറ്റി. ആ റിബൺ ഫിഷ്, സ്ക്വിഡ് അങ്ങനത്തെ അല്ലേ? ആ ഓക്കെ. ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമാണ് ഇവിടെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലേ? എക്സ്പോർട്ടാണ് എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് എല്ലാ ഫോറിൻ കൺട്രിയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് റഷ് കുറവ്. രാവിലെ ഇതിൻ്റെ തിരക്കല്ല രാവിലെ കഴിയും. ഇതെല്ലാം ലോറികൾ വെയിറ്റ് ചെയ്യുന്നതാണ് പാക്കേജിന് വേണ്ടിയിട്ട്. ഈ കാണുന്നില്ല, ഇതാ ഈ ആൾക്കാരൊക്കെ വരുന്നത് അപ്പുറം ബോട്ടിൽ ഫിഷിങ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതായി കാണുന്നത്. എന്നുവെച്ചാൽ അവിടുന്ന് ബോട്ടിന് വലിയ ബോട്ടുകൾക്ക് ഇവിടെ കരയിൽ അടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ബോട്ടിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫിഷിങ് കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രി പോയവരാണ്. കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരുന്നതായി കാണുന്നത്. ഇതുണ്ട് വലിയ വലിയ ബോട്ടുകളുടെ വലകൾ റിപ്പയറിങ് വരും. ഓരോ ഫിഷിങ്ങിനൊക്കെ പോയി വരുമ്പോൾ അതിവിടെ ഒരു തുന്നുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഇവിടുന്ന് അവിടം വരെ കണ്ടേ ഫുള്ള് ഈ ഏരിയ ഓരോരോ പിന്നെ ബോട്ടിൻ്റെതായിരിക്കില്ലേ ഓരോ വലകൾ? അങ്ങനെയല്ല, നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡെയിലി കൂലി ഓരോ ബോട്ടുകാർ തരും. വല റിപ്പയർ ഹോളാ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ റിപ്പയറിങ്ങിന് മാത്രമായിട്ട്. എൻ്റെ പേര് ജോയ്. അല്ല, കൊല്ലം. ഇവിടെ 10-18 വർഷമായി. ഇവിടെ സെറ്റ് ചെയ്യാൻ നാട്ടില് പണിക്കാർ കൂടുതലാ. ഇവിടെ പണിക്കാർ കുറവാ. ഇതിന് ഇവിടെ നല്ല പണിയുണ്ട്. ഇവരൊക്കെ ഹിന്ദിക്കാരാ, ഒരു ബോട്ടിൽ പോകുന്ന ആൾക്കാരാ. അതെ. ഇതല്ലേ ഇവിടുന്ന് ആൾക്കാരെ സ്റ്റാഫിനെ വലിയ ഷിപ്പുകളുണ്ട് അവിടെ. അതാ വലിയ ബോട്ടുകൾ, അതിലേക്ക് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് അതിനിങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ തോണിയിൽ സ്ഥിരമായിട്ട് ഇവിടെ ആൾക്കാർ ഇപ്പോൾ അതാണ് ജോബ്. ഇവിടുന്ന് ആൾക്കാരെ കടത്തിയിട്ട് അങ്ങോട്ടേക്ക് വലിയ വലിയ ബോട്ടുകൾക്ക് ആവശ്യമുള്ളവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക, സാധനങ്ങൾ കൊണ്ടുപോകുക, അതിൻ്റെ പച്ചക്കറി, വെള്ളം, എല്ലാ സാധനവും കൊണ്ടുപോകും. ആ കാണുന്നതാണ് കസ്റ്റംസ്, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണ് ആ കാണുന്നത്. അവിടെ കാണുന്ന ഒരു തുരുത്ത് കാണാം, വലിയൊരു തുരുത്താണ് കടലിൻ്റെ നടുക്ക്. പിന്നെ അവിടെ ഉരുണ്ടാക്കുന്നതുണ്ട്. നമ്മൾ ഫിഷ് ഹാർബർ എല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ വന്നത് ജങ്കാർ ജെട്ടി, പിന്നെ ചെറിയ ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അതുകൂടെ കാണാം. അതിന് ശേഷം നമുക്ക് പുളിമുട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. നല്ല വാൾ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മ്യൂറൽ നന്നായി. പുതിയ പെയിൻറ്റിംഗ് ആണ്, നല്ല രസമായി ചെയ്തിട്ടുണ്ട്. മെജസ്റ്റിക് ഇത് ഹൗസ് ബോട്ടിലേക്കുള്ള വഴി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവര്. നല്ല രസമായിട്ട് ഇതല്ലേ. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം വരിക.
ടൂറിസ്റ്റ് ബോട്ടുകൾ, ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ഇതാണ് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ ഗേറ്റാണ്. ഇപ്പോഴിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാലാണ് പുലിമുട്ട് കിട്ടുന്നത്. അവിടെ പോയി കണ്ടിട്ട് വരാം. നല്ലോണം എക്സ്പെൻസീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൊക്കെ സിന്തറ്റിക് പോലുണ്ട്. വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗ്രിപ്പാണ്. വെള്ളപ്പൊക്കത്തിന് എങ്ങനെ എന്താ സംഭവിക്കുകയെന്നറിയില്ല. ഇത് ഫിഷിംഗ് ബോട്ടുകളുണ്ട് ഒരുപാട് ഇവിടെ. അതിൻ്റെ വലകളെല്ലാം ഉണ്ട്. എന്തായാലും അടിപൊളി ഒരു അട്രാക്ഷനാണ് ശരിക്കും ബേപ്പൂർ. ഒരുപാട് പേര് പരിചയമില്ലാത്തവരാണ് ശരിക്കും ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒരുപാട് കോയിസ്കുകളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ ഇപ്പോഴുള്ളത് ബേപ്പൂർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഇതിൻ്റെ പേരെന്തുണ്ടോ പ്രത്യേകിച്ച് പേര്? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലാതെ കമ്പനിക്ക് പേരുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തൂവൽ തീരം അമ്യൂസ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരുതാണ് ഇത് ഫ്ലോട്ടിംഗ്. പക്ഷേ അവിടെ ഒന്ന് പോയിട്ട് വരാം. സംഭവം അടിപൊളിയ, സൂപ്പറാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ ഉള്ളത് ശരിക്കും വേവ് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് നമ്മൾക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ യാത്ര ചെയ്യുന്നത്. അതപ്പുറത്ത് ആ കാണുന്നതാണ് പുളിമൂട്. നല്ല വേവാണല്ലേ, നല്ല വേവുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. വന്നാൽ ആൾക്കാർക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. തൂവൽ തീരം ഇതാണല്ലേ. ഇത് ഈ കാണുന്ന ബോട്ട് ഇതിന്റെ സേഫ്റ്റി പർപ്പസിനിട്ട ബോട്ടാണ് ശരിക്കും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു ബോട്ടിൽ എപ്പോഴും സേഫ്റ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടാവും ഇവിടെ. അല്ലേ, അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഒരുപാട് കോയിസ്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട്. ബീച്ചിനോട് അനുബന്ധിച്ചിട്ട് ഡിസ്റ്റർബൻസ് ഇട്ടില്ലതാണ്. ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് പുളിമൂട്. ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ബേപ്പൂർ പോർട്ട്. ഹാർബർ കണ്ടതിന് ശേഷം വന്നത് പോർട്ടിലേക്കാണ്. ഇവിടുന്നാണ് ലക്ഷദ്വീപ്, കവറത്തി അങ്ങനത്തെ എല്ലാ 10 ദ്വീപുകളിലേക്ക് സാധനം കയറ്റുമതി ചെയ്യുന്നത് ഇവിടുന്നാണ് ഷിപ്പിൽ. അപ്പോൾ അത് കാണിച്ചുതരാം വിശദമായിട്ട്. ഇതെല്ലാം ഗോഡൗൺ ആണ് സാധനങ്ങൾ കയറ്റുന്നത്. മോസ്റ്റ്ലി സിമെൻറ്റ് മെറ്റീരിയൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്.
നമ്മൾ ഈ കാണുന്നതേ ഡീസൽ പെട്രോളൊക്കെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത് ടാങ്കാണ്. ഇത് കാലി ക്യാനുകളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പെട്രോൾ പമ്പ് ഒന്നും ഇല്ലല്ലോ അവിടെ. ഇതല്ലേ ഫുള്ള് ഐറ്റം, ഫുഡ് ഐറ്റംസ്, വളം ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഡീസൽ, പെട്രോള്, സിമെൻറ്റ്, കല്ല്, എല്ലാ ഐറ്റംസും ഇതുണ്ട്. ഇതാണ് ഒരു മറൈൻ MSV മറൈൻ ലൈൻ എന്ന് പറഞ്ഞാൽ. ഇത് എല്ലാം ആഴ്ചയിൽ ഒരിക്കൽ പോകുന്നതാണ്. ഇതിൽ സാധനങ്ങൾ കൊണ്ടുപോകും. ആഴ്ചയിൽ ഒരിക്കൽ സാധനങ്ങൾ കൊണ്ടുപോകും. ഇതല്ല ഒരു എന്ന് പറയുന്ന കപ്പലാണിത്. ഇതിന് പ്രത്യേകത ഞാൻ ആദ്യമായിട്ടേ കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്ത കണ്ടോ ഒരു ചുക്ക എന്ന് പറയും. ഇതിങ്ങനെ ടേൺ ചെയ്യുക, ഇതിങ്ങനെ തിരിയുന്ന സമയത്താണ് ഈ ഉരുൻ്റെ ഗതി മാറുന്നത്. എല്ലാത്തിനും കണ്ടില്ല, പുതിയൊരു സംഭവം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കാണും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഐറ്റംസ് ഇവിടെ നിന്നാണ് പോകുന്നത് കണ്ടില്ലേ. മെറ്റല്, സിമെൻറ്റ്, എംസാൻഡ്, കമ്പികൾ, ഇല്ലാത്തതൊന്നുമില്ല. ഫുള്ള് മെറ്റീരിയൽ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് കംപ്ലീറ്റ് പോകുന്നത് ഈ ഏരിയ നിന്നാണ്. എന്ന് വെച്ചാൽ ബേപ്പൂരിൽ നിന്ന്. ലക്ഷദ്വീപിലേക്കുള്ള ഉരുവിൻ്റെ ഉൾഭാഗം കാണിച്ചത്. അത് സിമെൻ്റൊക്കെ കയറ്റി പോകുന്നില്ല. ഇതാണ് എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഇതാ. ഫുള്ള് സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉരുവിന്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ ലോഡ് ഇറക്കുന്നുള്ള കാണിച്ചു തരാം. ലോഡ് ഇറക്കി ഉരുവിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഇറക്കുന്നത്. ഗോൾഡ இதெல்லாம் ஒன்றும் இல்லை, சும்மா ஏதோ புரியாத உலகம் புரியாத பேசிட்டு உட்காந்துருக்கா. இதெல்லாம் பார்த்துக்கே மாட்டேன். தீவுக்காரன் எவ்வளோ பேர் போட்டிருப்பானே, எவ்வளோ பேர் பண்ணிருப்பானே. அவரோட இதுக்காக ஆசையாக எடுக்கிறேன். இதெல்லாம் இருக்குது. அதிகாரம் என்ன கஞ்சாவை கத்துறான் இல்லை ഇത് ബേപ്പൂരിന് കുറച്ച് ഉൾഭാഗത്തേക്ക് പോന്നിട്ട് കക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾഡ് ഷിപ്പുകൾ, ഇങ്ങനത്തെ ഷിപ്പുകളില്ലേ, വലിയ വലിയ ബോട്ടുകളൊക്കെ പൊളിക്കുന്ന സ്ഥലമാണ്. ഇതുണ്ട്, ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഇവരിവിടെ ഇവിടുന്ന് പൊളിച്ചതിന് ശേഷം ഇവിടെ പൊളിക്കുന്ന സ്ഥലമായി കാണുന്നത്. പിന്നെ അപ്പുറത്ത് ആ കാണുന്നതാണ് ഉരുണ്ടാക്കുന്ന സ്ഥലം. ഇപ്പം അവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹൗസ് ബോട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാം. ഉരുവൊക്കെ ഏകദേശം പണി കഴിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഒരു നിർമ്മാണ സ്ഥലമാണ് ശരിക്കും. പക്ഷേ ഇവിടെയാണ് ഒരു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഗൾഫിലേക്ക് പോയി എന്ന് പറഞ്ഞ്. ഇത് ഹൗസ് ബോട്ട് ഉണ്ടാക്കുകയാണ് അല്ലേ. എൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ ഒരു ബോട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൗസ് ബോട്ടിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഞാനിപ്പോഴും കണ്ട ഹൗസ് ബോട്ടിന്റെ ജസ്റ്റ് മുകളിൽ കയറിയതാണ്. ഇത് കിतना एक ही फ्लोर आता है? ये ऐसा एक फ्लोर है, एक फ्लोर है. അത് ഫുൾ ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതല്ലേ ഇവിടെ ഇതാ സ്റ്റിയറിങ്ങിൻ്റെ പണി അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരുപാട് വർക്ക് ഉണ്ട് നടക്കാൻ. വർക്കേഴ്സ് ഉണ്ട്, ഒന്ന് കുറച്ച് പേരേ ഉള്ളൂ. कैसा कैसा बताओ, ये कितना और कितना दिन लगेगा? ये इसमें अभी 1 से 2 महीना लगेगा. 2 महीना लगेगा. पूरा अभी कारपेंटर का काम बाकी है. हाँ,
और उसके बाद पूरा भी इंजन है ना, हाँ इंजन का भी थोड़ा काम बाकी है। इंजन अभी इंजन लग गया। इंजन लग गया, अभी इंजन लग गया, थोड़ा उसका काम थोड़ा है ना, हाँ वो टांक है ना, डीजल टांक थोड़ा भी हाइट में आ गया है। हाँ ओके उसको हाइट थोड़ा कमी करने के लिए हाँ अभी डाउन ये क्या अंदर सब नीचे जाएगा। हाँ ये सब नीचे जाएगा। ഓക്കെ ഇതെല്ലാം താഴെ പോകുന്നത് സേഫ്റ്റി ടാങ്ക് हाँ സേഫ്റ്റി ये सेफ्टी टैंक है। സേഫ്റ്റി ടാങ്ക് ആണിത് ഇത് വാട്ടർ ടാങ്ക് ഇതെല്ലാം ഇതെല്ലാം അടിഭാഗത്ത് नीचे सब नीचे जाएगा सब नीचे जाएगा। सब नीचे हाँ सॉरी सॉरी ഇവരെല്ലാം ഇവിടുത്തെ പണിക്കാരാണ് आपका नाम क्या मेरा नाम सरवण, सरवण किधर का मध्य तमिलनाडु का। तमिलनाडु ओके ओके अब निങ്ങളോ बिहार। बिहार ओके इसका एक्सपर्ट है ये काम का एक्सपर्ट है आप हाँ मैं इंजीनियर का आदमी है। ओके ओके हाँ इधर इंजन लग गया इधर इंजन लग गया। ഇതാണ് എഞ്ചിൻ इधर से वो बाथरूम है ना, हाँ बाथरूम है ऐसा वो भी बाथरूम है। हाँ बाथरूम वो इधर में रेस्ट करने का रूम है। हाँ ये पूरा हॉल है। ये एक्चुअली थोड़ा लक्सरी लक्सरी हाउस बोट लगता है ना हाँ से क्या बोलता है, शिकार। हाँ शिकार ओके हाँ नहीं है सर। ഇത് ശരിക്കും ഒരു താഴെ എഞ്ചിൻ ഏരിയയും പിന്നെ ഇതിൻ്റെ മോൾ ഭാഗമാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥലം. യൂട്ടിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കംപ്ലീറ്റ് സെറ്റപ്പ് ആയിരിക്കും ഹൗസ് ബോട്ടിൻ്റെ. ഇവിടെ പലതരം സീറ്റിംഗ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അതിൻ്റെ ബാക്കി പണികൾ കാണാം. ഇതിൻ്റെ ഫുള്ള് പണി ഏകദേശം നമുക്ക് കാണാം. ബേപ്പൂർ ജങ്കാർ ജെട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കൗണ്ടർ ഉള്ളത് 5 രൂപ ടിക്കറ്റ് എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേണും പോയിട്ട് വരാം. ജങ്കാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. യാത്രക്കാരൊക്കെ കുറേശ്ശെ കയറി തുടങ്ങി. ക്ലാമ്പിലാണ് ഈ സ്റ്റെയറിംഗിൽ അഡ്ജസ്റ്റ് ആവുന്നത്. ക്ലാമ്പിൽ ജംഗാർ ശരിക്കും ബേപ്പൂർ ജെട്ടിയിൽ നിന്ന് വിട്ടിട്ട് ഇനി ചാലിയൻ ജെട്ടിയിലേക്കാണ് പോകുന്നത്. 5 രൂപ ടിക്കറ്റ് റിട്ടേൺ നടക്കും. അപ്പോൾ ഞാനിവരെ ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണുള്ളത്. നിങ്ങളൊക്കെ കൊച്ചി പോർട്സിൻ്റെ ആൾക്കാരാ? ആലപ്പുഴ. ജങ്കാറിന്റെ ഓപ്പറേഷൻ കണ്ടില്ല എന്ന് ആൾക്കാർ കംപ്ലൈന്റ് പറയണ്ട അല്ലേ? അടിപൊളി ലൊക്കേഷനാണ് ബേപ്പൂർ. എല്ലാവർക്കും വന്ന് കാഴ്ച കാണാൻ സൂപ്പർബാ. ചേട്ടൻ്റെ പേരെന്താ? സനൽ. സനൽ. അപ്പോൾ ചാലിയം ജെട്ടിയിലേക്ക് എത്തി. അധിക സമയത്തും കാറുകളൊക്കെ ഫില്ലായിരിക്കും. അടുത്ത ട്രിപ്പ്. താങ്ക് യു ചേട്ടാ. ഇപ്പോൾ ചാലിയം ജെട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടുത്തെ സ്പീഡ് ബോട്ടിൻ്റെ റൈഡ് ഉണ്ട്. ഒരു ആൾക്ക് 200 വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാണിച്ചു തരാൻ പോവാണ്. ഗിർഫി വാട്ടർ സ്പോർട്സ് LLP. അപ്പോൾ സ്പീഡ് ബോട്ടിൽ നമുക്കൊരു ട്രയൽ നോക്കാം. അടിപൊളി ട്രയൽ.
മറന്നു വേണ്ടി സാറില്ല ഗംഭീരൊരു റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും ജെട്ടിയിലെത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വെരി ഗുഡ്. ചാലിയത്തുള്ള ഗ്രിഫി വാട്ടർ സ്പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇവർക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. സ്പീഡ് ബോട്ട്, ഹൗസ്, ഇതിനിപ്പോ ശിക്കാര ബോട്ട്, പിന്നെ ഇവരാണ് നടത്തുന്നത് നമ്മുടെ ജങ്കാർ. അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് ഇവർക്ക്. ഇവരുടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മാനേജർ, നിങ്ങളുടെ പേരെന്താ? ഉസ്മാൻ. ഒന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ ഇതിന്റെ സ്പീഡ് ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന്. ഓക്കെ, തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ചാലിയത്ത് നമ്മളിപ്പോൾ ഗ്രിഫി വാട്ടർ സ്പോർട്സ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, ബീച്ച് റിസോർട്ട് ഉണ്ട്, ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാട്ടർ സ്പോർട്സ് പറയുകയാണെങ്കിൽ സ്പീഡ് ബോട്ട് വരുന്നത്, സ്പീഡ് ബോട്ട് പെർ ഹെഡ് വരുന്നത് 200 ആണ്. അത് റൗണ്ടിങ് സിസ്റ്റം. അതേപോലെ തന്നെ സ്പീഡ് ബോട്ട്, ശിക്കാര ബോട്ട്, വലിയ ബോട്ട്, ഫാമിലി ആയിട്ട് ഒരു 19 ആളൊക്കെ ആയിട്ട് വന്നിട്ട് ഫാമിലി ആയിട്ട് അടിച്ചു. ഫുള്ള് ലൈറ്റിംഗ്. സെൻട്രൽ വെച്ചോ. ഇത് വൈകിട്ടുള്ളതുകൊണ്ട് പ്രശ്നം. ആദ്യം എൻഡ് വരെ പോവാം. ഇങ്ങനെ അപ്പം അതിൽ തന്നെ ഫസ്റ്റായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടി. രണ്ടാം ഘട്ട അതല്ല, ഇതിൻ്റെ പുളിമൂട്ടിൻ്റെ രണ്ടാം ഘട്ട വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ. ഫസ്റ്റ് നിങ്ങളെ വരുന്നത് ആണല്ലേ? ഡെക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഷിപ്പ് ബ്ലൂ കളർ വൈറ്റ്, ആ വെള്ളം. ഇത് വൈകിട്ടുള്ളതുകൊണ്ട് പ്രശ്നം. ആദ്യം എൻഡ് വരെ. ഇത് പുതിയ രണ്ടാം ഘട്ടം വർക്ക് നടക്കുകയാണ് പുലിമുട്ടിന്റെ. അപ്പുറത്തുള്ളത് പിന്നെ ബേപ്പൂർ സൈഡ്, ഇത് ചാലിയൻ സൈഡ്. ഇപ്പൊ രണ്ടും പുള്ളിമുട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊജക്ട് ഇവിടെ വരെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ വരെ ഇനി ഇവിടുത്തെ ഞങ്ങൾ പ്രൊജക്ട് ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ഫസ്റ്റ് ഞാനാണ് കാണാൻ വരുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇതേപോലെ ജനങ്ങൾക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം കല്ല് മാത്രമേ. ഇനിയിപ്പോ ഇതേപോലെ കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കും. വർക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുത്തി തിരിക്കണ നോക്കി, അങ്ങോട്ട് നോക്കി കുത്തി തിരിക്കണേ.
ഓഷ്യാനസ് ചാലിയം എന്ന് പറഞ്ഞ ഇവിടെ ഹട്ടുകൾ ഉണ്ടാക്കിയ ചാലിയം ബീച്ചിൻ്റെ ജസ്റ്റ് അടുത്തായിട്ട് റിസോർട്ട് പോലെ ഒരുപാട് ഷോപ്സിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ആയിട്ടില്ല, ഓപ്ഷൻ ആയിട്ടില്ല. ഞാൻ ചാലിയം ഈ ഫിഷ് പോർട്ടിൻ്റെ അടുത്തുനിന്ന് ഫിഷ് ഹാർബർ ഉണ്ട്, അതിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോകുന്ന ഒരു കാണാൻ പോകുന്ന ഈ കാണുന്നില്ല, അതായത് 2 ഐലൻഡുകളാണ്, ഇവിടെ ഒരു ദ്വീപ് അവിടെ ഒരു ദ്വീപാണുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് എത്ര വീട്ടുകാരുള്ളത്? 2-3 വീട്ടുകാരുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ 7 വീട്ടുകാർ, ഇവിടെ ഒന്നില്, മറ്റേലോ 6 പേരുണ്ട് അല്ലേ. അപ്പോൾ കുടിവെള്ളം കിട്ടും നല്ലേ, ഉപ്പ് രസമില്ല, സൂപ്പർ വെള്ളം അല്ലേ, അതൊരു അതിശയമാണല്ലോ അല്ലേ പറയുന്നത്. ഈ ഐലൻഡ് പറയുമ്പോൾ കടലിൻ്റെ ചുറ്റുമാണ് ഇത് ഐലൻഡ് ഉള്ളത്. പക്ഷേ അവിടെ നല്ല 2-3 കിണറുണ്ട് അല്ലേ, എല്ലാത്തിനും നല്ല കുടിനീരാണല്ലേ കിട്ടുന്നത്. ഒരു അതിശയം തന്നെ അതൊക്കെ. പാറ അല്ലേ. അപ്പം ഇതൊക്കെ ഉപ്പല്ലേ വരുന്നത്, ഇതൊക്കെ ഉപ്പ്. ഇവിടെ കാണുന്ന വെള്ളമൊക്കെ ഉപ്പാണ് ഇതൊക്കെ. പക്ഷെ അവിടെ ഞാനിപ്പോൾ ഉള്ളത് ഒരു നിർമ്മാണശാലയിലാണ്, ചാലിയത്തുള്ള ഒരു നിർമ്മാണശാല. ഇതല്ല ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട് ഓരോരുത്തർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പേരാണ്, മോഡലിൻ്റെ പേരാണ് ബൂം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തത്. 100 അടിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ ഇവിടെ വേറെ ഒന്നിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. വേറൊരു ഉരുവിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മൾ കണ്ട വലുതാണ്. ഇവിടെ നടക്കുന്നത് ചെറിയ ഉരുവിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. ഒരു നിർമ്മാണം കണ്ട സ്ഥലത്തിന് മാട്ടുമ്മൽ തിരുത്തി എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെറിയ വേറെ ഐലൻഡ്, അതിന് കാക്കത്തെരുവ് എന്നാണ് പറയുന്നത്. ശരിക്കും അപ്പുറത്ത് അവിടെ നിന്ന് കടവ് കടന്നു വരണം, ചെറിയ തോണികൾ കടന്നു വരണം അപ്പുറത്തേക്ക് വരാൻ. ഞാൻ ഇപ്പോൾ ഹാർബറിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉരുവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഒന്ന് കാണിക്കുന്നതാണ്. മാക്സിമം ഞാൻ ബേപ്പൂരിൻ്റെ ഫുൾ വീഡിയോ ടൂറിസ്റ്റ് അട്രാക്ഷൻസോ മാക്സിമം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ.